പ്രൈസ് ലോർഡ്. ഇന്ന് ഈ വൈകുന്നേരം ഞങ്ങളുടെ നടുവിൽ ആയിരിപ്പാൻ റോസ് ഫാമിലിയായി ഗ്രൂപ്പുമായി ആയിരിപ്പാൻ വിവരിക്കുന്ന എല്ലാ അവസരങ്ങളും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ദാസി റോസ്ലിൻ സിസ്റ്ററിനോടുള്ള നന്ദി പ്രാരംഭത്തിൽ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് 79ാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന ദിവസമാണ്. എല്ലാവരും സ്വാതന്ത്ര്യം ലഭിച്ച സന്തോഷത്തിലൊക്കെ ആയിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വീട്ടിലെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ലവരായ ദേവദാസന്മാർ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശ്വാസ കുടുംബങ്ങൾ, ഈ വീഡിയോ കാണാൻ പോകുന്ന എല്ലാവരോടുള്ള നന്ദിയും വന്ദനവും പ്രാരംഭത്തിൽ തന്നെ വീണ്ടുവരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒട്ടും തന്നെ പാഴാക്കാതെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ആമേൻ ഹല്ലേലൂയ ഈ മീറ്റിങ്ങിലേക്ക് നമുക്ക് ആയിരിക്കാമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ എവിടെ ആയിരുന്നാലും ആമേൻ, ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ആമേൻ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ ആമേൻ ഹല്ലേലൂയ വചനം പറയുന്നു, സ്വർഗം തൻ്റെ സിംഹാസനം, ഭൂമി തൻ്റെ പാദപീഠം. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പാദപീഠത്തിലെങ്കിലാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഒരു നിമിഷം പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ പ്രവൃത്തി ചെയ്യുന്ന, നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് മറുപടി തരുന്ന നല്ലൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഭൂമിയുടെ ഏത് അറ്റത്തു നിന്ന് വിളിച്ചാലും, ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ഒരു നല്ലൊരു ദൈവത്തെയാണ് നിങ്ങളും ഞാനും ആരാധിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളവർ ഒരു നിമിഷം ദൈവത്തെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ദൈവത്തിന് നന്ദി അർപ്പിച്ചു തുടങ്ങിയാട്ടെ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നന്ദി അർപ്പിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കുമായി നന്ദി അറിയിച്ചാട്ടെ. ദൈവം ചെയ്ത കൃപകൾക്കായി, ദൈവം ചെയ്ത നല്ല ഉപകാരങ്ങൾക്കായി നന്ദി പറയാമോ? ദൈവം നല്ല ആരോഗ്യത്തിന്, ബലത്തിനായി, നല്ല മാതാവിന്, പിതാവിന്, സഹോദരങ്ങൾക്കായി, ആമേൻ, നല്ല കുഞ്ഞുങ്ങൾക്കായി, ആമേൻ ഹല്ലേലൂയ, ബന്ധുക്കൾക്കായി, ചർച്ചക്കാർക്കായി, അവൻ ആത്മീയ സഹോദരന്മാർക്കായി ആമേൻ ഒരു നിമിഷം നന്ദി പറയാമോ? ഹല്ലേലൂയ. ദൈവം തന്ന ആരോഗ്യത്തിന്, ബലത്തിന് നന്ദി പറയാമോ? ആമേൻ ഹല്ലേലൂയ. സങ്കടത്തിൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവൻ ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരു നിമിഷം നമുക്ക് ഓർക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. ചേർന്ന് പാടാമോ? വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തുക. എന്നുള്ള ഹൃദയത്തോടെ വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തുടർക്ക് പറയാൻ പറ്റും, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. ഹല്ലേലൂയ. നെഞ്ചിനോട് ചേർത്തുന്ന കരങ്ങൾ വെച്ച് അവൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞവർ, അവൻ ദൈവത്തിൻ്റെ ഉപകാരത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് അവൻ ശരിക്കും അറിഞ്ഞവർ, അവൻ യഥാർത്ഥമായി ദൈവത്തെ രുചിച്ചറിഞ്ഞവർ, ഗ്രഹിച്ചറിഞ്ഞവർ, അനുഭവിച്ചറിഞ്ഞവർക്ക് അവൻ പാടുവാൻ കഴിയും. ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് പറയാൻ കഴിയും. ഒരു നിമിഷം അവൻ ഹല്ലേലൂയ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാമോ?
ആമേ ഒന്ന് വാഴ്ത്താമോ? ഹല്ലേലൂയ. വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനെ, വാഴ്ത്തുക നീ മനമേ. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകളടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം നടത്തിയ ദൈവത്തെ, എത്രത്തോളം കരുതിയ ദൈവത്തെ, നല്ല ആരോഗ്യവും ബലവും ആയുസ്സും ആരോഗ്യവും തന്ന ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. സർവ്വസമ്പത്തുകളും തന്ന ആമേൻ, ഇത്രത്തോളം ആമേൻ കൺമടി പോലെ കാത്ത ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നന്ദി അപ്പാ, നന്ദി എന്ന് പറയാമോ? ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് പറയാമോ? ദൈവം തന്ന സകല ആമേൻ നന്മകൾക്കുമായി നന്ദി എന്ന് പറയാമോ? ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനങ്ങൾ വിളിച്ചു പറയുന്നു, ഞാനവർ എന്ത് പകരം കൊടുക്കോ? ആമേൻ. രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. നമുക്ക് പകരം കൊടുക്കാൻ ഒന്നുമില്ല ദൈവമക്കളെ. ദൈവം നമ്മെ സ്നേഹിച്ചതിനും ദൈവത്തിൻ്റെ കരുതലിനും ദൈവം നമ്മെ കരുതിക്കൊണ്ടിരിക്കുന്നതിനും നമ്മൾക്ക് നൽകുവാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു ആമേൻ. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനായിരിക്കുന്നു. നമ്മൾ പലപ്പോഴും അവിശ്വസ്തത കാണിച്ചപ്പോഴോ ആമേൻ. ഹല്ലേലൂയ, ദൈവം വിശ്വസ്തനായി കൂടിയിരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരു നിമിഷം നിങ്ങൾക്ക് ആമേൻ. ഹല്ലേലൂയ ഒന്ന് ചിന്തിക്കാമോ? ഒന്ന് മനസ്സിൽ ധ്യാനിക്കാമോ? ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തെ വിട്ട് അകന്നു പോയപ്പോൾ ആമേൻ. ഹല്ലേലൂയ, നിന്നെ വിട്ട് അകന്നു പോകാതെ ആമേൻ. ഹല്ലേലൂയ, 100 ആടുള്ളതിൽ ഒരു ആട് കൂട്ടം തെറ്റിപ്പോയി ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുരുക്കിൽ ചെന്നകപ്പെട്ട് ആമേൻ. നല്ലിടയനെ വിട്ട് അകന്നു പോയ ഒരു ആടിനെ പോലെ പലപ്പോഴും നിങ്ങളും ഞാനും ഹല്ലേലൂയ ആ കുടക്കീഴിൽ, ആ കരത്തിന് കീഴിൽ നിന്ന് പലപ്പോഴും വഴിതെറ്റിപ്പോയി ആമേൻ. കുരുക്കുകൾ അകപ്പെടുമ്പോഴും ആമേൻ. ഹല്ലേലൂയ 99 മതി, ഇത് മതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ഇടയനെയല്ല നിങ്ങൾ ഞാനും ആരാധിക്കുന്നത്. ആമേൻ. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി വരുന്ന ഒരിടയാൻ 99 മാറ്റി നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ നിങ്ങളെയും എന്നെയും തേടി വന്നൊരു നല്ലൊരു ഇടയനാണ് നിങ്ങൾ ഞാനും ആരാധിക്കുന്നതെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയോ? അപ്പോൾ അങ്ങേ വിട്ട് ഞാൻ അകന്നു പോയ സാഹചര്യങ്ങളുണ്ട്, അങ്ങേ വിട്ടു പോയ സാഹചര്യങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. എങ്കിൽ പോലും എന്നെ കൈവിടാതെ, എന്നെ ആമേൻ കളയാതെ, നഷ്ടപ്പെടുത്തി കളയാതെ, നഷ്ടപ്പെട്ടു പോകാതെ ആമേൻ. ഹല്ലേലൂയ ചേർത്ത് നടത്തിയ നല്ലൊരു ഇടയനാണ് അങ്ങന്ന്. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ പറയാൻ കഴിയും? താങ്ക് യു ജീസസ്. കരുണാസമ്പന്നനും നിത്യനിതീതുമാനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല അമ്മ ഈ വൈകുന്നേര സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങയുടെ പാദപ്പെടുത്തുന്നത് ഞങ്ങളായിരിക്കട്ടെ. അമ്മൻ. മറിയ എന്ന നല്ല അമ്മ ദൈവത്തിൻ്റെ ദാസി അങ്ങയുടെ പാദപ്പെടുത്തെങ്കിലിരുന്നു, ഗുരുവിൻ്റെ പാദപ്പെടുത്തെങ്കിലിരുന്നു നല്ല അംശങ്ങൾ തിരഞ്ഞെടുത്തതുപോലെ അത് അങ്ങയുടെ പാദപ്പെടുത്തെങ്കിൽ ഞങ്ങളായിരിക്കുന്നു. പിതാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷ്യമായ വാക്കുകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ ആത്മാവ് മാത്രം സംസാരിക്കട്ടെ. വചനം പറയുന്നു അമ്മ ഹല്ലേലൂയ, പുല്ലുണങ്ങും പൂവാടും ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കോ. ആകാശം മാറും, ഭൂമി മാറോ, എന്നാൽ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. അങ്ങനെയെങ്കിൽ ഇത്രയും വർഷം വചനത്തിൽ ഒരു മാറ്റമില്ല പിതാവേ. എന്നാൽ വചനത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി ഹല്ലേലൂയ വചനത്തിൽ ദൈവം സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ പിതാവേ. അടിയനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ആത്മാവ് സംസാരിക്കുമാറാകണം. ദൈവകൃപയിൽ മറച്ചാട്ടെ. സകലമാനം പുകഴ്ച അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ദൈവത്തെ ആമേൻ അവിടെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ്. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് നിങ്ങളുടെ നടുവിലായിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ആമേൻ. പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, എന്നെക്കാൾ ഒരുപാട് ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിൽ പരിചയമുള്ളവർ, സമ്പത്തുള്ളവർ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർ ഹല്ലേലൂയ വിശ്വാസ കുടുംബങ്ങൾ, തലമുറകൾ എല്ലാവരുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ എല്ലാവരുടെ നടുവിൽ ഞാനൊരു ഹല്ലേലൂയ വളർന്നു വരുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പിച്ചു വെച്ച് വരുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു എളിയ ദാസനാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവവചനം പഠനത്തിൻ്റെ ഹല്ലേലൂയ കീഴിലായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ അപേക്ഷിക്കുന്നു. സമയം ഒട്ടും പാഴാക്കാതെ തന്നെ വചനചിന്തയിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ലേഖന സുവിശേഷ ഭാഗത്തു നിന്നുള്ളൊരു വചനമാണ് ഞാൻ എടുക്കാനിടയായി തീർന്നത്. ഇന്നത്തെ വചന ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം ഹല്ലേലൂയ 23-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. 2000 ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഹല്ലേലൂയ 2023-ലാണെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു വചന വെളിപ്പാടാണിത്. ഹല്ലേലൂയ. അനേക ദേവദാസിമാരോടൊക്കെ സംസാരിച്ചിട്ടുള്ള വചനമായിരിക്കാം. എന്നാൽ എന്നെയും ഹല്ലേലൂയ എന്താ പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമെന്നോ
എന്നെ ബോധിപ്പിക്കുകയും ഞാൻ ആ വചനം എടുക്കുവാനിടയായി തീർന്നു. ഞാൻ വിചാരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. നോക്കണേ, അവിടുത്തെ പശ്ചാത്തലം അല്ലെങ്കിൽ വാക്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ഗോൽഗത്തയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നോക്കണേ, 39 39 അടി 40 അടിയല്ല 39 അടി കൊണ്ട് ഹല്ലേലൂയ പിലാത്തോസിൻ്റെ കൽക്കളത്തിൽ ഹല്ലേലൂയ 39 അടി കൊണ്ട് ശരീരം മുഴുവനും ചാട്ടവാറ് കൊണ്ട് അടി കൊണ്ട് സകല മാന്യവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു കൂടെ ആഴത്തിൽ പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ പാപമില്ലാത്തവൻ സ്വയം പാപയാഗമായി തീർന്നു. ഹല്ലേലൂയ പാപത്തെ വഹിച്ച് ഹല്ലേലൂയ നമ്മൾ അടികൊള്ളേണ്ട സാഹചര്യത്തിൽ സ്ഥാനത്ത് നമുക്ക് വേണ്ടി അടികൊണ്ട് ഹല്ലേലൂയ യേശു ക്രിസ്തു ആയിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് തൻ്റെ ജീവിതത്തിൽ അടുത്ത് തന്നെ ക്രൂശീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവനും തകർന്നിരിക്കുന്ന സാഹചര്യത്തിലും ഭാരമേറിയ ക്രൂശുമായിട്ട് യേശു ക്രിസ്തു കടന്നു പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും ഭാരങ്ങളെ വഹിച്ചുകൊണ്ട്, വേദനകളെ വഹിച്ചുകൊണ്ട്, പാപത്തെ വഹിച്ചുകൊണ്ട് ഒരുവനതാ കാൽവരി ക്രൂശിലേക്ക് ഗോൽഗോഥായിലേക്ക് ക്രൂശുമായി കടന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമുക്ക് രോഗം മാറുന്നില്ല, എൻ്റെ പ്രയാസങ്ങൾ മാറുന്നില്ല, എൻ്റെ ഭാരം മാറുന്നില്ല, എൻ്റെ ശാപം മാറുന്നില്ല. ഒരിക്കൽ ഞങ്ങളോട് വിളിച്ചു പറയട്ടെ, അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും വീണ്ടും ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ശാപത്തെ എൻ്റെ ശാപത്തെ, നിങ്ങളുടെ പാപത്തെ എൻ്റെയും പാപത്തെ, നിങ്ങളുടെ രോഗത്തെയും എൻ്റെ രോഗത്തെയും വഹിച്ചുകൊണ്ട് ഒരുവൻ കടന്നുപോയി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ഒരു നല്ലൊരു ഇടയനെയാണ്, നല്ലൊരു ദൈവത്തെയാണ് ഞാനും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സാക്ഷാ ലോകങ്ങളെ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. വേദനയെന്ന് പറയരുത്, ഭാരമെന്ന് പറയും, രോഗമെന്ന് പറയരുത്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജയം തന്ന, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഇതെല്ലാം സഹിച്ച ദൈവത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളൊന്നും വലിയ വേദനയായിട്ട് തോന്നത്തില്ല. മക്കളെ, ഞാൻ അനുഭവത്തിൽ പറയട്ടെ, എൻ്റെ പിതാവ് ഒരു ദൈവദാസനാണ്. ഒരുപാട് വർഷങ്ങൾ ദൈവത്തിൻ്റെ 30 വർഷത്തിന് മുകളിൽ ദൈവലയിലും സഭാ ശുശ്രൂഷയിലേക്ക് ആയിരിക്കുന്നു. ഇടയ്ക്ക് പപ്പയുടെ കാലിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ഹല്ലേലൂയ. ഷുഗറിൻ്റെ പ്രശ്നം വന്നിട്ട് കാലിൻ്റെ വിരൽ ഇങ്ങനെ കണ്ടിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ ദൈവജനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടപ്പാ, ഞാൻ ചെറുപ്പം മുതൽ ദൈവസന്നിധിയിലിരുന്ന്, അല്ലെങ്കിൽ എൻ്റെ പിതാവ് ദൈവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേല ചെയ്ത് വചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്ന് പലപ്പോഴും ശ്രദ്ധിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ നൃത്തം ചെയ്ത് ചാടിയൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ആ കാലുകളിൽ വേർപ്പോടെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ദൈവത്തിനോട് ചോദിക്കാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടി നൃത്തം ചെയ്യുകയും ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ ദൈവവേല ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചൊരു നല്ലൊരു കാലമായിരുന്നില്ലേ, വിരലായിരുന്നു. എന്തുകൊണ്ട് അത് നഷ്ടമായി എന്നൊക്കെ ദൈവത്തോട് ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചൊരു കാര്യമുണ്ട്. മകനെ, ഇതിനേക്കാളും വേദന നിനക്ക് വേണ്ടി, നിന്റെ പിതാവിന് വേണ്ടിയിട്ട് ഞാൻ സഹിച്ചു. മക്കൾ, ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കാൽവരി ക്രൂശിൽ കടന്നു പോകുമ്പോൾ വേദനയോടെ കടന്നു പോകുന്ന ദൈവമുണ്ട്. നമുക്ക് വേണ്ടി വേദന സഹിച്ച ദൈവം, നമുക്ക് വേണ്ടി ശാപം സഹിച്ച ദൈവം, നമുക്ക് വേണ്ടി ശാപമായി തീർന്ന ദൈവം, നമ്മുടെ രോഗങ്ങളെ വഹിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ക്രൂശുമായി കടന്നു പോകുമ്പോൾ നടന്ന സംഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കണേ, യേശു ക്രിസ്തു ക്രൂശുമായിട്ട് കടന്നു പോകുമ്പോൾ 27 വാക്യത്തിൽ പറയുന്നു, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറിയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. 28 വചനം ഇങ്ങനെ പറയുന്നു, വാക്യം ഇങ്ങനെ പറയുന്നു, യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. ഹല്ലേലൂയ. 29 വാക്യത്തിൽ പറയുന്നു, മച്ചുകളും പ്രസവിക്കാത്ത ഉദരങ്ങളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരും. ദൈവമക്കളെ നോക്കണേ. ഹല്ലേലൂയ. അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ആ വേദനയോടെ ക്രൂശുമായി കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തു ആ സാഹചര്യത്തിൽ തൻ്റെ വേദനയല്ല വലുതായിട്ട് അവിടെ കാണുന്നത്. തൻ്റെ ഭാരത്തെ, തൻ്റെ പ്രയാസത്തിൻ്റെ വേദനയൊന്നും വകവയ്ക്കാതെ തൻ്റെ പിന്നാലെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഹല്ലേലൂയ ഈ വേദനയെക്കുറിച്ച് കരയുന്ന യെരൂശലേം പുത്രിമാരെ നോക്കിയിട്ട് യേശുപ്പൻ വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. നോക്കണേ, 2025 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു ഈ
വചനം യെരൂശലേം പുത്രിമാരോട്, യെരൂശലേമിലുള്ള സ്ത്രീകളോട്, അവൻ സഹോദരിമാരോട് വിളിച്ചറിയിക്കുമ്പോൾ ദൈവമക്കളെ അങ്ങനൊരു കാലം, എങ്ങനെയുള്ള കാലം, മക്കളെ പ്രസവിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു, കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഹല്ലേലൂയ മക്കൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സഹോദരിമാരുണ്ടല്ലോ. ഹല്ലേലൂയ അങ്ങനെയുള്ളവർ മക്കളില്ലാതെ ഇരിക്കുന്നത് തന്നെ നല്ലതെന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് യേശുക്രിസ്തു എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു 2025 വർഷങ്ങൾക്ക് മുൻപായിട്ട് യേശുക്രിസ്തു പറഞ്ഞ ഈ വാക്യം അതൊരു പ്രവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്നുള്ള കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളും ഞാനും ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ ഭാരപ്പെടുന്ന സ്വന്തം മക്കളെ കുറിച്ചാണ്, സ്വന്തം കുടുംബത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞവരുടെ കുടുംബത്തിൽ പോലും ദൈവം ഹല്ലേലൂയ സ്വന്തം മക്കളെ കുറിച്ച് ഭാരപ്പെടുന്നവരാണ്, സ്വന്തം മക്കളെ കുറിച്ച് വേദനപ്പെടുന്നവരാണ്. ഹല്ലേലൂയ ഇങ്ങനൊരു മകനെ ഹല്ലേലൂയ വിശ്വല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ ആയിരിക്കുന്നവരുണ്ട്. ദൈവമക്കൾ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ തൻ്റെ മക്കളുടെ ഭാവി എന്തായിത്തീരും, തൻ്റെ ജീവിതം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിത്തീരുമെന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ അവരോടൊക്കെ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ വചനം യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, മുമ്പേ അവൻ്റെ നീതിയും രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ ലഭിക്കോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ദൈവത്തിനറിയാം നമ്മൾക്ക് ആവശ്യമുള്ളതെന്ന്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ദൈവത്തിൽ നിന്ന് നേടണമെന്നുള്ള കാര്യം മാത്രം നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളൂ. ഞാനും ഉൾപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആവശ്യമുണ്ട്. ദൈവത്തിന് നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും നേടേണ്ടതുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഹല്ലേലൂയ ദൈവമക്കളെ വിളിച്ചു പറയട്ടെ, യേശുക്രിസ്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയും. ദൈവമക്കളെ നിങ്ങൾക്കും എനിക്കുമുള്ള ഹല്ലേലൂയ ജീവിതത്തിൽ, ദൈവം എന്ന ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ദൈവത്തിന് മുൻപാകെ നിലവിളിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ മക്കളുടെ ഭാവി എന്തായി തീരുമെന്നും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭാരം എന്തായി തീരും, കടഭാരങ്ങൾ എന്തായി തീരും, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കുമെന്നൊക്കെ ഭാരത്തോടെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഹല്ലേലൂയ ഭാരം കൊണ്ടുവരും, ഭാരങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല, എല്ലാം ഉണ്ടാകും. എന്നാൽ അതിൻ്റെ നടുവിലും പ്രാർത്ഥിക്കാൻ തയ്യാറാണോ നിങ്ങളെങ്കിൽ ആ സാഹചര്യത്തിലും വഴി നടത്തുന്ന ശക്തിയുള്ള ദൈവത്തെയാണ് നിങ്ങളും ഞാൻ ആരാധിക്കുന്നത്. യേശുക്രിസ്തു നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. യെരൂശലേം പുത്രിമാരോട് വിളിച്ചു പറഞ്ഞ വചനം തന്നെയാണ് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്. ഹല്ലേലൂയ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. ദൈവമക്കളെ, മാതാപിതാക്കളെ, ഹല്ലേലൂയ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയേണ്ട വളരെ വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളെ ഓർത്ത് കരയേണ്ട വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ ജീവിതം വെറുതെ നയിച്ച്, അല്ലെങ്കിൽ ഹല്ലേലൂയ ചെറുപ്പകാലം മുതൽ കാലം കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയി വീണ്ടും നമ്മൾ പ്രായമായി മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകുവാനല്ല, ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, മേഖലകളിൽ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തോട് നിലവിളിക്കുന്നവരായിത്തീരണം, ദൈവത്തോട് സംസാരിക്കുന്നവരായിത്തീരണം, നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നവരായിത്തീരണം. ഹല്ലേലൂയ ഫിലിപ്പിയർക്ക് ഇത് ലേഖനത്തിൽ വരുമ്പോൾ തന്നെ കാണാൻ കഴിയും, 4-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് സ്തോത്രത്തോടു കൂടി അറിയിക്കുക എത്ര വേണ്ടതെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ ഭാവി എന്തായിത്തീരും, ഹല്ലേലൂയ ആ തലമുറയുടെ ഭാവി എന്തായിത്തീരും, ജീവിതം എന്തായിത്തീരുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ തയ്യാറാണോ? നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണ്, നിങ്ങളുടെ ദൈവം ശക്തനാണ്. വിശ്വാസമുള്ളവർ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ യേശുക്രിസ്തു പറയുന്ന ഒന്നാമത്തെ കാര്യം, ഒന്ന് നിങ്ങളെ ചൊല്ലി കരയണം, 2 മക്കളെ ചൊല്ലി കരയണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്നുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരാണ്. ഇന്നുള്ള കാലഘട്ടം എന്നല്ല, എല്ലാ കാലഘട്ടത്തിലും ദൈവസഭയെ നയിക്കുന്നത് ദൈവദാസന്മാരാണ്. ഹല്ലേലൂയ ആ ദൈവദാസന്മാർ ഹല്ലേലൂയ മാതൃകയുള്ളവർ, അല്ലെങ്കിൽ അവരുടെ മക്കൾ മാതൃകയുള്ളവരായിരിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതും വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നുള്ള സാഹചര്യങ്ങളിൽ ദൈവദാസൻ മക്കളെ പോലും മാതൃക അല്ലാത്തവരാക്കി മാറ്റാൻ പിശാച് തന്ത്രമിടുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത, അവർ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ
പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് അവർ വീഴും പോകുമ്പോൾ, മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെയും ഹല്ലേലൂയ തെറ്റായ ബന്ധങ്ങളുടെ കൂട്ടുകെട്ടുകളിലൊക്കെ അകപ്പെട്ടു പോകുമ്പോൾ പലപ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമുണ്ട്. വിശ്വാസ കുടുംബങ്ങളെന്ന് അഭിമാനത്തോടെ പറയുന്ന, വിശ്വാസികളെന്ന് അഭിമാനത്തോടെ പറയുന്ന, ദൈവദാസന്മാർ കുടുംബങ്ങളെന്ന് അഭിമാനത്തോടെ പറയുന്ന നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരുവൻ തെറ്റ് ചെയ്താൽ അവൻ്റെ തെറ്റുകളെ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് വിളിച്ച് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. മറ്റുള്ളവരെ കുറ്റം ചെന്ന് അവനെ പറഞ്ഞു മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതെ അവന് വേണ്ടി ഒന്ന് കരയുവാൻ നിങ്ങൾ കഴിയുമോ? അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമക്കളെ ഞാൻ പറയട്ടെ, ദൈവദാസന്റെ മകൻ അറിയാതൊരു തെറ്റിൽ വീണു പോയാൽ, ദൈവദാസന്റെ മകൾ അറിയാതൊരു തെറ്റിൽ വീണു പോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അവരെ കുറ്റം പറയുന്നതിന് പകരമായി അവർക്ക് വേണ്ടി നിലവിളിക്കാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ വിശ്വാസികളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കുറ്റം മറ്റുള്ളവരുടെ ചെന്ന് പറയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായി തീരണം. ഹല്ലേലൂയ ദൈവമക്കളെ, ദിനംതോറും ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി തീരണം. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിലവിളിക്കണമെന്ന് അവിടെ പറയുന്നത്. ഹല്ലേലൂയ നിലവിളിക്കേണ്ട സമയത്ത് നമ്മൾ നിലവിളിച്ചാൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ സാഹചര്യങ്ങളിൽ ദൈവം നിലവിളിക്കേണ്ട അവസരം ഉണ്ടാക്കത്തില്ല. ഹല്ലേലൂയ. അനേകം ദൈവദാസന്മാരെ അനേകം ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും, ഭക്തന്മാരെ കാണാൻ കഴിയുക. ഹല്ലേലൂയ ഓരോ സാഹചര്യങ്ങളും നിലവിളിച്ചപ്പോൾ അവിടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയ നല്ലൊരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ പറഞ്ഞിട്ട് വേഗത്തിൽ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ആഹാറിൻ്റെ ജീവിതത്തിൽ നമുക്ക് നോക്കുമ്പോൾ അബ്രഹാമിന് ഹല്ലേലൂയ സാറയിലൂടെ മക്കളില്ലാതിരുന്നപ്പോൾ ആഗർ എന്ന ദാസിയിലൂടെ ഹല്ലേലൂയ ദൈവം ഒരു മകനെ നൽകി. ഹല്ലേലൂയ. എന്നാൽ സാറയ്ക്ക് എപ്പോഴാണോ ദൈവം മകനെ നൽകിയത് ആ സമയത്ത് തൻ്റെ ദാസി തൻ്റെ കൺമുൻപിൽ തനിക്ക് ഇഷ്ടമില്ലാത്തതായി മാറിത്തീർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഹാഗറിനും തൻ്റെ മകനും അബ്രഹാമിൻ്റെ ഭവനത്തിൽ അഭയമായി തീർന്ന അല്ലെങ്കിൽ അഭയം പ്രാപിച്ചിരുന്ന അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നു. ഭാരത്തോടെ വേദനയോടെ അവർ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ മരുഭൂമിയുടെ സാഹചര്യത്തിൽ കടന്നു വരുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ തൻ്റെ തലമുറ എപ്പോൾ വേണമെങ്കിലും തൻ്റെ മകൻ എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാമെന്ന് സാഹചര്യത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ തൻ്റെ കുഞ്ഞിനൊരു സ്ഥലത്ത് മാറ്റി കിടത്തി താൻ നിലവിളിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, പ്രാർത്ഥിച്ച ഹാഗറിന് വേണ്ടിയിട്ട് തൻ്റെ യജമാൻ ഹല്ലേലൂയ തന്നെ ഹല്ലേലൂയ ഇറക്കി വിട്ടു. തൻ്റെ യജമാനൻ തന്നെ ഉപേക്ഷിച്ചു. തൻ്റെ യജമാനത്തെ തന്നെ ഉപേക്ഷിച്ചെങ്കിൽ പോലോ തൻ്റെ തലമുറയ്ക്ക് ഇനി എന്താകും, അല്ലെങ്കിൽ തൻ്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും, തൻ്റെ മകൻ്റെ ജീവിതം എന്തായിത്തീരുമെന്നൊക്കെ ഭാരത്തോടെ ആയിരുന്നു ഹല്ലേലൂയ ഹാഗറിൻ്റെ നിലവിളിക്ക് മുൻപിൽ തനിക്ക് വേണ്ടി തൻ്റെ മകന് വേണ്ടി ഒരു നീറുറവ തുറന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതെങ്കിൽ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലോ, ആരൊക്കെ നിന്നെ തള്ളിക്കറഞ്ഞാലോ, ആരൊക്കെ നിന്നെ പരിഗണിച്ചില്ലെങ്കിലോ നിന്നെ പരിഗണിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്മാർ നിന്നെ അവഗണിക്കുക, മനുഷ്യന്മാർ നിന്നെ തള്ളിക്കളയുക, മനുഷ്യന്മാർ നിന്നെ ഉപേക്ഷിക്കുക, എന്നാൽ ഉപേക്ഷിച്ച് കളയാത്ത നല്ലൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ തലമുറകളെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയട്ടെ, വചനം പറയുന്ന അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലോ ഞാൻ നിങ്ങളെ മറന്നു കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്യുന്നൊരു ദൈവമുണ്ട്. അപ്പൻ അമ്മ നിന്നെ മറന്നു കളഞ്ഞാലോ, സ്നേഹിതർ നിന്നെ മറന്നു കളഞ്ഞാലോ, നിന്റെ സഹോദരന്മാർ നിന്നെ ഒറ്റപ്പെടുത്തിയാലോ, നിന്നെ തള്ളിക്കളഞ്ഞാലോ നിന്നെ തള്ളിക്കളയാത്ത, നിന്നെ ഉപേക്ഷിക്കാത്ത നല്ലൊരു ദൈവത്തെയാണ് നിങ്ങളും ഞാനും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ ചൊല്ലി കരയാൻ നിങ്ങൾ തയ്യാറാകണം. മക്കളെ ചൊല്ലി കരയുവാൻ മാതാപിതാക്കളെ തയ്യാറാകണം. ഹല്ലേലൂയ. നിങ്ങളുടെ നിലവിളിക്ക് മറുപടി തരുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഞാനും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് ഹന്നയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ തലമുറ ലഭിക്കത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ ആയിരുന്ന എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ വചനം പറയുന്നു തനിക്ക് മകൻ അല്ലെങ്കിൽ മകൾ ലഭിക്കത്തില്ല എന്നൊരു സാഹചര്യത്തിൽ വന്നു. വചനം പറയുന്നു ഹന്ന മച്ചിയായിരുന്നു എന്ന് പറഞ്ഞാൽ മക്കളില്ലാത്തവരായിരുന്നു. മക്കൾ ലഭിക്കത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തോടെ അല്ലെങ്കിൽ ഉറപ്പിച്ചു ഇരുന്ന വ്യക്തിയായിരുന്നു ഹന്ന. എന്നാൽ താൻ ചെയ്തൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദിനംതോറും ഭവനത്തിലായിരിക്കും ഭവനത്തിലുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ ഭവനത്തിലുള്ള ഒറ്റപ്പെടുത്തലൊക്കെ അനുഭവിക്കുന്ന ഹന്ന ഹല്ലേലൂയ തനിക്കൊരു നല്ല ഗുണമുണ്ട്. ദൈവത്തിന് പാതപ്പെടുത്തെങ്കിലിരുന്ന് ദൈവസന്നിധിയിലൊന്ന് ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്ന നല്ലൊരു സ്വഭാവം, നല്ലൊരു ഗുണം തന്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന് 13-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയാണ്:
ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, പ്രാർത്ഥന എന്ന് പറയുന്നത് നിലവിളി മാത്രമല്ല. ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിലൊന്ന് കടന്നു വന്നിരുന്നു ആത്മാർത്ഥമായി. ആമേൻ, ഹല്ലേലൂയ, ആത്മാർത്ഥ ഹൃദയത്തോടെ, ആമേൻ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ആമേൻ, വിഷമത്തോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ഒരു നിമിഷം ഒരു കണ്ണുനീരെങ്കിലും ഒഴുക്കാൻ കഴിഞ്ഞാൽ അത് മതി ദൈവമക്കളെ. ആമേൻ, നിലവിളികൾക്കപ്പുറമായി മറുപടി തരുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, അടങ്ങിയിരിക്കരുത്, ഉറക്കെ നിലവിളിക്കുക, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി, ആമേൻ, ഹല്ലേലൂയ, നിലവിളിക്കുക എന്നും, ആമേൻ, പാപത്തെ അറിയിക്കുക എന്നൊക്കെ വചനം പറയുന്നു. ഞാൻ നിങ്ങളുടെ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, നിലവിളിക്കാൻ കഴിയുന്നെങ്കിൽ അത്രയും നല്ലത്. ആമേൻ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കാൻ തയ്യാറാകട്ടെ. ഇല്ല എങ്കിൽ അന്നയെ പോലെ ദൈവത്തിന്റെ പാദപിടുത്തെങ്കിൽ കടന്നു വന്ന് ഹൃദയം ദൈവത്തിന്റെ സന്നിധി ഏൽപ്പിച്ചുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് ഹൃദയം നുറുക്കത്തോടെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഒഴുക്കിയാൽ അത് മതി ദൈവമക്കളെ. പ്രാർത്ഥനയ്ക്ക് മറുപടിയാണ്. ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരുന്ന, ദേവാലയത്തിൽ കടന്നു വന്നിരുന്ന, ഹൃദയം പകർന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ തന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് അതുവരെ രാജാവെന്ന രാജാവ് ഹല്ലേലൂയ തിരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ പ്രാർത്ഥിച്ച മാതാവിന്റെ മറുപടിക്ക് ഹല്ലേലൂയ ദൈവം നൽകുന്ന മറുപടി എന്നതുപോലെ ഹല്ലേലൂയ ശമൂവേൽ എന്ന പ്രവാചകന് നൽകി തന്റെ ഗുണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ എന്നുള്ള പേര് വന്നു. ഹല്ലേലൂയ തന്റെ മാതാവ് ദൈവത്തിന്റെ സന്നിധി കടന്നു വന്നിരുന്ന ഹൃദയംഗമായി പ്രാർത്ഥിപ്പാൻ തയ്യാറായപ്പോ, നിലവിളിക്കാൻ തയ്യാറായപ്പോ തന്റെ തലമുറയെ മാനിച്ചൊരു ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. തീർന്നില്ല. ദാൻ മുതൽ ബേർശേബ വരെ വിശ്വസ്ത പ്രവാചകൻ എന്ന പേര് മാത്രമല്ല തനിക്ക് നൽകിയത്. ഹല്ലേലൂയ രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ഒരു പ്രവാചകനാക്കി മാറ്റിയെങ്കിൽ ഹല്ലേലൂയ ഹൃദയം നുറുക്കത്തോട് പ്രാർത്ഥിച്ച മാതാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി രാജാവിനെ അഭിഷേകം ചെയ്യുന്ന ഒരു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ, ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഇന്ന് ഈ സമയം പ്രാർത്ഥിപ്പാൻ തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് കരയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം തകരുവാനും ഒന്ന് തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ എന്റെയും പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നോക്കണേ, ഹാഗറിന്റെ പ്രാർത്ഥനയിൽ തന്റെ മകന്റെ കരച്ചിൽ നിലവിളി കേട്ട് ഹല്ലേലൂയ നോക്കണേ, ഹാഗറിന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല ദൈവം ചെവി കൊടുക്കുന്നത്, തന്റെ കുഞ്ഞിന്റെ കരച്ചിലിനും ചെവി കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ കുഞ്ഞിന്റെ കരച്ചിലിനും മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അറിവുള്ളവർ ഒരുപാട് പരിചയ സമ്പത്തുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവരുടെ പ്രാർത്ഥനകളുടെ മറുപടി വേഗത്തിലൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കളങ്കമില്ലാതെ ഹൃദയത്തോടെ ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ മറുപടികൾ വേഗത്തിലായിരിക്കും. നോക്കളെ, ഞാൻ പറയുന്നത് ഹല്ലേലൂയ, ഒന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന് നിങ്ങളെ ഓർത്ത് കരയുവാൻ തയ്യാറാകണം. രണ്ട്, ഹല്ലേലൂയ നിങ്ങളുടെ തലമുറകൾ ഓർത്ത് കരയുവാൻ തയ്യാറാക്കി തീരണം. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ കരയുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, പിന്നൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ തലമുറകൾ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്, നിങ്ങളുടെ ഭാവി ഓർത്ത്, നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് കരയേണ്ടി വരത്തില്ല. ദൈവമക്കളെ, യേശു ക്രിസ്തു തരുന്ന അവസരങ്ങൾ ഒട്ടും പാഴാക്കി കളയാതെ ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ നിന്നും പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു നിലവിളിക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ തന്റെ ജീവിതം തന്നെ ഒരു മാതൃകയാണ്. ദൈവമകളെ, ഹല്ലേലൂയ 30 വയസ്സ് വരെ താൻ അമ്മയോടൊപ്പം ആയിരുന്നു. അമ്മയുടെ വേലയിലൊക്കെ സഹായിച്ചതിനു ശേഷം ഹല്ലേലൂയ യോഹന്നാൻ ശ്രാപകന്റെ കീഴിൽ സ്നാനമേൽക്കുവാൻ കടന്നു വന്ന് സ്നാനമേൽക്കുകയിൽ, വചനം പറയുന്നു, സ്നാനമേൽക്കുകയിൽ താൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ തൻ്റെ മേൽ വന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ യേശു ക്രിസ്തു താൻ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപായിട്ട് താൻ പ്രാർത്ഥനയോടെ തുടങ്ങിയത്. നോക്കണേ, ഇന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന അനേകം എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ് ഉള്ള, അനേകം പിൻഗാമികളുള്ള, അല്ലെങ്കിൽ അനേകം പേര് ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരെ പോലെ ഒരുപാട് വ്യക്തികൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ തന്നെ പിൻപറ്റുന്ന ഒരുപാട് വ്യക്തികളുള്ള ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. ഹല്ലേലൂയ തന്റെ ശുശ്രൂഷകൾ കണ്ട്, തന്റെ ലാവണ്യ വാക്കുകൾ കണ്ട്, തന്റെ ഉപദേശത്തിലെ അധികാരത്തൊക്കെ കണ്ട് വിസ്മയിച്ചു പോയ യഹൂദന്മാരും അനേക ജനങ്ങളൊക്കെ തന്റെ പിന്നിലുള്ളപ്പോഴും ഹല്ലേലൂയ തന്റെ ശുശ്രൂഷ ശക്തിയോടെ താൻ ചെയ്യുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും സമയം കണ്ടെത്താതിരുന്നില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ ബിസിയുള്ള ഷെഡ്യൂളിൽ പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനോ പിതാവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാനോ യേശു ക്രിസ്തു തയ്യാറായി. ഹല്ലേലൂയ. നോക്കണേ, സ്നാനമേൽക്കുമ്പോൾ താൻ സ്നാനമേറ്റതിനു
ശേഷം പ്രാർത്ഥിക്കാൻ തയ്യാറായി. അത് മാത്രമല്ല തൻ്റെ 12 ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന മുൻപായിട്ട് അവൻ ഒരു രാത്രി മുഴുവനും പ്രാർത്ഥന കഴിച്ചു എന്ന് വചനം പറയുന്നു. പ്രാർത്ഥന കഴിച്ചതിനു ശേഷമാണ് ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അത് മാത്രമല്ല ഹല്ലേലൂയ തൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിന് മുൻപായിട്ട് ഗദസമന തോട്ടത്തിലിരുന്ന് ദൈവത്തോട് നിലവിളിച്ചു, പിതാവിനെ നിലവിളിച്ചു, പിതാവെ കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നിൽക്കണമേ. എങ്കിലും പറയുന്നു എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഹിതം പോലെ ആയി തീരണമെന്ന് പ്രാർത്ഥിക്കാനിടയായി. അത് മാത്രമല്ല പ്രാർത്ഥനയിൽ യേശുക്രിസ്തു ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കുമ്പോഴും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് ഉറങ്ങുമ്പോഴും അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിനെന്ന് പോലും പറഞ്ഞ് ഉപദേശിച്ച നല്ലൊരു പിതാവാണ് യേശുക്രിസ്തുവാണ് നമുക്ക് മാതൃക. അത് മാത്രമല്ല ക്രൂശിൽ കിടക്കുമ്പോൾ പോലും ഹല്ലേലൂയ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവരോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ, പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ അടച്ച നല്ലൊരു പിതാവിനെയാണ്, നല്ലൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അഭിമാനത്തോടെ വിളിച്ചു പറയാ പലപ്പോഴും മനുഷ്യനാണ്. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ടായിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനോ അവർക്ക് വേണ്ടി ഉപസിക്കുന്നതിനൊക്കെ കുറവ് വന്നിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലോ തലമുറകൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ആയിരിക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, തീരുമാനം എടുക്കാൻ കഴിയോ? ഹല്ലേലൂയ. ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയട്ടെ, ഇന്നിവിടെ ആയിരിക്കുന്നത് എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ജ്ഞാനം കൊണ്ടല്ല. ഒന്ന് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവവില പഠിക്കുന്നുണ്ടെങ്കിൽ, ദൈവവിലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കൃപയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ യോഗ്യതയല്ല. യേശുപ്പൻ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമാണ് എൻ്റെ യോഗ്യത. ഹല്ലേലൂയ. അത് മാത്രമല്ല എനിക്ക് വേണ്ടി കരയുന്ന നല്ല മാതാവുണ്ട്, പിതാവുണ്ട്. ആഴ്ചകൾ തോറും ഉപവാസത്തോടെ പ്രാർത്ഥിച്ചിരുന്ന നല്ല മാതാവുണ്ട്, പിതാവുണ്ട്. ഹല്ലേലൂയ. പിതാവിൻ്റെ മാതാവുണ്ട്. എനിക്ക് വേണ്ടി കരയുന്ന അനേകം ഹല്ലേലൂയ ബന്ധുക്കളുണ്ട്, കൊച്ചിച്ചമാരുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ നമുക്ക് മറ്റുള്ളവർക്ക് കരയാൻ വേണ്ടി പലപ്പോഴും ആരും തയ്യാറാകത്തില്ല, മറ്റുള്ളവർക്കും പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് സ്തുതിക്കണം, അവർക്ക് നന്ദി അർപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായിത്തീരണം. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ തലമുറകൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവത്തെയാണ് ഞാനും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിൽ പോലും എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞ പ്രവചനമാണ്. ഹല്ലേലൂയ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട. ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവേൻ. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന് സങ്കീർത്തനം 126:5 5 വാക്യത്തിൽ പറയുന്നു. അവിടെ നോക്കുമ്പോൾ പോലും ബാബേലിന്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം ജീവിതം ഹല്ലേലൂയ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ, വേദനയുടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല, അവരൊരിക്കലും വിചാരിച്ചില്ല വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിലെത്തുമെന്നൊന്നും വിചാരിച്ചില്ല. അവർക്ക് സ്വപ്നം കാണുന്നത് പോലെ ആയിരുന്നു എന്നവർ പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ യഥാർത്ഥമാണെന്ന് പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ അവരെ വാഗ്ദത്ത ദേശത്തിൽ കൊണ്ടെത്തിച്ചെങ്കിൽ അതിൻ്റെ പിറകിലൊരു കാര്യമുണ്ട്. അവർ ദൈവത്തെ തന്നെ നിലവിളിക്കാൻ തയ്യാറായി. മോശയുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. യോസേഫ് കഴിഞ്ഞ് തൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഹല്ലേലൂയ അനേകം തലമുറകൾ അവിടെ പെറ്റുപെരുകാനിടയായി തീർന്നു. മിസ്രൈമിൽ പെറ്റുപെരുകിയപ്പോൾ മിസ്രൈമിൽ അടുത്ത ഫറവോനായിട്ട് വന്ന ഹല്ലേലൂയ രാജാവ് ഫറവോൻ നോക്കിയപ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈം ജനത്തെക്കാൾ ശക്തിയുള്ളവരും ബലമേറിയവരും പെരുകിയവരായി വന്നത് കണ്ടപ്പോൾ തനിക്കൊരു ഭയം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം പെറ്റുപെരുകിയാൽ, ഇങ്ങനെ വളർന്നു വന്നാൽ, വർദ്ധിച്ചു വന്നാൽ അവരുടെ അടിമകളായിട്ട് ഞങ്ങൾ പാർക്കേണ്ടി വരുമെന്ന് താൻ ഭയം തൊട്ട് ഇസ്രായേൽ ജനത്തെ ഊഴിയ വിചാരകരായി വേലക്കാരെയൊക്കെ ആക്കി മാറ്റുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞ് അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം കയ്പായി മാറി. ദൈവമക്കളെ, മിസ്രൈമിന്റെ സാഹചര്യത്തിൽ കീഴിൽ അടിമകളായി പാർക്കുമ്പോൾ ജീവിതം കയ്പായി തൻ്റെ തലമുറകളെ ഓർത്ത്, തൻ്റെ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറായി, ദൈവത്തിന് തന്നെ നിലവിളിക്കുവാൻ തയ്യാറായി. ദൈവമക്കളെ, ആ വേല ചെയ്യുമ്പോഴും കയ്പേറിയ ജീവിതം നയിക്കുമ്പോഴോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും നിലവിളിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് 3-ാം അധ്യായത്തിൽ മോശയോട് ഹോരേബിന്റെ പർവ്വതത്തിൽ കടന്നു പോകുമ്പോൾ മുൾപ്പടപ്പിൽ തീയിറങ്ങി ദൈവം തന്നോട് സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു.
അവിടെ ആ കഷ്ടത ഞാൻ കണ്ടു. ദൈവമക്കൾ നോക്കണേ, ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലോ ജീവിതം കൈപ്പായി തീരുമ്പോഴോ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിന് മുൻപാകെ ഒന്ന് മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ നിലവിളി ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഞാനും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നും അവന്റെ ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ ശബ്ദം മന്ദമായി പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്നും നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, കൈപ്പേറിയ ജീവിത അനുഭവത്തിലോ ജീവിത സാഹചര്യത്തിലോ മരുഭൂമിയിൽ ജീവിത അനുഭവത്തിലോ ഹല്ലേലൂയ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ഞാനും ആരാധിക്കുന്നത്. പ്രാർത്ഥനകൾക്ക് വേണ്ടി മറുപടി തരുന്ന നല്ലൊരു ദൈവത്തെയാണ് നിങ്ങൾ ഞാനും ആരാധിക്കുന്നത്. കണ്ണിനൂടെ വിധിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആർപ്പോടുള്ള ഒരു കൊയ്ത്ത്. അവന് ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ഉണർവ് ഉണ്ടാകുവാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ ഉണർവ് അവർ വരണമെന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളിലുണ്ടാകുന്ന ഉണർവ് അത് മറ്റുള്ളവരിലേക്ക് അത് പകരുവാൻ ഇടയായിത്തീരും. ഉണർവ് നമ്മൾ എല്ലായിടത്തും നടക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നാൽ ഉണർവ് നമ്മിൽ തന്നെ തുടങ്ങണമെന്ന് എത്ര പേര് പ്രാർത്ഥിച്ചു തുടങ്ങും? ഉണർവ് നമ്മിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ തുടങ്ങണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വ്യത്യാസം തുടങ്ങണം. നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന് വ്യത്യാസങ്ങൾ തുടങ്ങണം. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ വ്യത്യാസം തുടങ്ങണം. ഉണർവ് തുടങ്ങണം. അങ്ങനെ മാത്രമേ ഉണർവ് മറ്റുള്ളിലേക്ക് വ്യാപരിക്കത്തുള്ളൂ. ദൈവമക്കൾ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, കണ്ണുനീരോട് വിതയ്ക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആർപ്പോടൊരു കൊയ്ത്ത്. ഹല്ലേലൂയ, കണ്ണുനീരോട് വിതയ്ക്കുന്നവർക്ക് മാത്രമേ ആർപ്പോടുള്ളൊരു കൊയ്ത്തുള്ളൂ. ഹല്ലേലൂയ. പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയാൻ തയ്യാറാണോ? നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കരയാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ കണ്ണുനീരോട് വിതയ്ക്കുന്നവർക്ക് മാത്രമാണ് ആർപ്പോടുള്ള ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. സങ്കീർത്തനം 126 6 ഇങ്ങനെ വിളിച്ചു പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണിന്റെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. 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 അത് കഴിഞ്ഞ് വചനം പറയുന്നു, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ, വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ടാണ് അവർ വിതയ്ക്കുന്നത്. കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നവർക്ക് മാത്രമേ കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് തിരിച്ചു വരുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ. ഹല്ലേലൂയ. നീ കണ്ണുനീരോടെയാണ്, വേദനയോടെ ആയിരിക്കാം വിതയ്ക്കുന്നത്. പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, അതിന് മറുപടി തരുന്ന ദൈവമുണ്ട്. ആർപ്പോടുള്ള ഒരു കൊയ്ത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ കഴിയുമോ? ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്. പത്മോസിന്റെ ഏകാന്തതയിലായിരിക്കുമ്പോഴോ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ പോലോ ആ പത്മോസിന്റെ ദ്വീപിൽ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എന്ന് പലപ്പോഴും ചിലപ്പോൾ യോഹന്നാൻ തോന്നിയേക്കാം. അല്ലെങ്കിൽ യോഹന്നാൻ വിശ്വാസം കാണും, എന്നെ ഒറ്റയ്ക്കാക്കി, മറ്റുള്ളവരെ ഒറ്റയ്ക്കാക്കി പോയാലോ, എൻ്റെ കൂടെ ആരുമില്ലെങ്കിൽ പോലോ എന്നെ ഒറ്റയ്ക്കാക്കാത്തൊരു ദൈവമുണ്ട്. യേശു ക്രിസ്തു കടന്നു വരുന്ന വിശ്വാസം ചിലപ്പോൾ ഉള്ളിൽ കാണാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളാണ് ആ സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുക, നമ്മുടെ ദൈവം പോലും നമ്മളെ മറന്നു കളഞ്ഞു എന്ന് ഹല്ലേലൂയ വിചാരിക്കാം. എന്നാൽ പത്മോസിന്റെ ദ്വീപിൽ പോലും അവനെ ഒറ്റയ്ക്കാക്കി കളയാതെ ഹല്ലേലൂയ യേശു ക്രിസ്തു സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ പത്മോസിന്റെ ദ്വീപിലായിരിക്കാം, അതുപോലെ അനുഭവത്തിലായിരിക്കാം നിങ്ങളുടെ ജീവിതമെങ്കിലോ, ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൊണ്ട് ഇറങ്ങി വരുന്ന വെള്ളോടും സദൃശ്യമുള്ള കാലുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുമോ? ദൈവത്തിന് നിലവിളിക്കാൻ തയ്യാറാണോ? പ്രാർത്ഥനകൾക്ക് മറുപടി. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ പോയോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൽ വാക്യത്തിൽ പറയുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഹല്ലേലൂയ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ ദൈവത്തിനോട്, പിതാവിനോട് നിലവിളിക്കണം. രഹസ്യത്തിലുള്ള പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു, 2-3 പേർ ഐക്യബന്ധപ്പെട്ട് നോക്ക്, ശ്രദ്ധിക്കണേ, ഐക്യബന്ധപ്പെട്ട് എന്ത് യാചിച്ചാലോ ഹല്ലേലൂയ അത് നൽകോ. അവിടെ നടുവിൽ ഇറങ്ങി വരാമെന്ന് കരുതി ചെയ്ത ദൈവം ഹല്ലേലൂയ ഐക്യതയോടെ കുടുംബമായി തലമുറകൾ ഒരുമിച്ചിരുന്ന കുടുംബത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടിയിരുന്നപ്പോൾ ഒരു മനപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ തയ്യാറാക്കി. അവിടെ നടുവിൽ പിളർന്നാവുകളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുവെങ്കിൽ കൂട്ടമായിരുന്നാൽ ഒരു മനസ്സോടുള്ള പ്രാർത്ഥന ഉണ്ടായിത്തീരട്ടെ. പത്രോസിന് വേണ്ടി പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് വചനം പറയുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമുണ്ട്. രോഗം എഴുതിയെന്നറിഞ്ഞപ്പോൾ മുൻപ് ചെയ്തു വന്നതുപോലെ 3 നിര മുട്ടുമടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച ദാനിയേലിനെ പോലെ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ആരൊക്കെ നിനക്കെതിരെ രേഖ എഴുതിയോ അവന്റെ രേഖയൊക്കെ മാറ്റിയെഴുതുന്ന നല്ലൊരു ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിലവിളിക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരുന്ന നല്ലൊരു ദൈവത്തെയാണ് നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. വ്യർത്ഥമായ ദൈവത്തോട് നിലവിളിച്ചോ, തന്നെ നിലവിളി കേട്ട് ഹല്ലേലൂയ മറികടന്നു പോയ ദൈവത്തെയല്ല നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. യേശു ക്രിസ്തുവിനെ അല്ല നിങ്ങൾ ഞാൻ ആരാധിക്കുന്നത്. മറുപടി നിലവിളി കേട്ട്
അവൻ്റെ വിഷയത്തിന് വേണ്ടി മറുപടി വെച്ച നല്ലൊരു ദൈവത്തെയാണ് ഞാനും ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഒരു നിമിഷം അമേൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളെ വിളിച്ചു പറയുന്നു, യെരൂശലേം പുത്രന്മാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാസമ്പന്നനും നിത്യനും നീതിമാനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവത്തിൻ്റെ പാദപ്രതികളായിരിക്കുന്ന ദൈവം ഒരിക്കലും നല്ല അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇത്രത്തോളം ശ്രദ്ധിച്ച എല്ലാ ദേവദാസന്മാരെയും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും ദൈവം മറുപടിക്കുമാറാകണമേ. അപ്പാ ആമേൻ. ഹല്ലേലൂയ. അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുമാറാകണമേ. എല്ലാവരും നിത്യജീവൻ്റെ അവകാശത്തിലെത്തട്ടെ. നിത്യജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവരായി തീരട്ടെ. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ ഒരിക്കലൂടെ മീറ്റിംഗ് ക്ഷണിച്ച ആദിവാസികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മിനിസ്ട്രികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാ ആവശ്യങ്ങളും കൂടി ഇരുന്ന് വഴി നിർത്തുമാറാക്കണമേ. പല മടങ്ങ് 100 മടങ്ങ് അനുഗ്രഹിച്ചാട്ടെ. സകലമാനം പുകഴ്ച അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ മീറ്റിംഗിൽ ക്ഷണിച്ച അമ്മയെ പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയോടുള്ള നന്ദി. ആമേൻ. ഹല്ലേലൂയ. ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.